വിജയ് ചിത്രം ജനനായകൻ ഓൺലൈനിൽ ചോർന്ന സംഭവത്തിൽ 6 പേർ അറസ്റ്റിലായി. വ്യാജ ലിങ്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചവരാണ് അറസ്റ്റിലായത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ആണ് പരാതി നൽകിയത്. ഇവരിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. സായ് കുമാർ വിവരങ്ങൾ നൽകും. സായ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു ചിത്രം ചോർന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. തമിഴ്നാട്ടിൽ മാത്രമല്ല രാജ്യമാകെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുമുണ്ട്. എന്താണ് ഇപ്പോൾ ഈ അറസ്റ്റിലായ ആളുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? ഷിഹാസ്, 6 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20-ലധികം പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ അറസ്റ്റിലായ 6 പേരും ഈ സിനിമ വിവിധ ലിങ്കുകളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആളുകൾ ആണ് എന്നാണ് സൈബർ പോലീസ് പറയുന്നത്. ഇവരിൽ നിന്ന് ചില ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഏകദേശം 300-ലധികം ഗ്രൂപ്പുകളിലേക്ക് ഈ സിനിമയുടെ പല ഭാഗങ്ങളായി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൈബർ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളതാണ് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരുന്നത്. അതിനനുസരിച്ച് ഡിജിറ്റൽ തെളിവുകളടക്കം പരമാവധി ശേഖരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സൈബർ പോലീസ് നടത്തുന്നത്. ഏതൊക്കെ ഗ്രൂപ്പുകളിലേക്ക് ഈ സിനിമ പോയിട്ടുണ്ട്, എത്ര ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ 6 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവർ പക്ഷേ ഇതിൻ്റെ എവിടെ നിന്നാണ് ഇവർക്ക് ഈ ലിങ്ക് കിട്ടിയതെന്നത് സംബന്ധിച്ച് ഇപ്പോഴും പോലീസിന് വ്യക്തത വന്നിട്ടില്ല. എവിടെ നിന്നാണ് ഈ സിനിമ ചോർന്നത്? ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് തന്നെ അണിയറ പ്രവർത്തകരിൽ നിന്ന് ആരെങ്കിലും ആണോ ചോർന്നത് എന്നതടക്കമുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും തമിഴ് രാഷ്ട്രീയത്തിൽ ഇത് വലിയ വിവാദമായി തന്നെ തുടരുകയാണ്. ഇതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ വൈകിപ്പിച്ചത് പോലും വിജയോടുള്ള ഒരു പ്രതികാരമാണ് എന്ന വാദമാണ് TVK പ്രധാനമായും ഉയർത്തുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ TVKയുടെ ഒരു പ്രധാനപ്പെട്ട വാദവും ഇതുതന്നെയാണ്. പക്ഷേ അത് കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും ഒക്കെ തള്ളുകയും ചെയ്യുന്നുണ്ട്. എത്രയോ സിനിമകൾക്ക് തമിഴ്നാട്ടിൽ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട്. ഇത് ലഭിക്കാത്തതിനുള്ള കാരണം അത് ആ സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ അതിൽ അണിയറ പ്രവർത്തകർ തന്നെയാണ് അതിൻ്റെ കാരണം എന്ന മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും തമിഴ്നാട് സർക്കാരിൻ്റെ ആയാലും ഭാഗത്തെ പ്രതിനിധികൾ ഇതിന് മറുപടിയായി പറയുന്നത്. പക്ഷേ TVK ഇത് വിജയിയോടുള്ള ഒരു പ്രതികാരം എന്ന രീതിയിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അവതരിപ്പിക്കുന്നത്. അതേസമയം തന്നെ അന്വേഷണം ഇപ്പോൾ ശക്തമായി മുന്നോട്ട് പോകുന്നു. വരും സമയങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്.